ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മീഡിയ ടെക് കേരള. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ Ebulljet നെപ്പോളിയൻ മിനിയേച്ചർ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു മിനിയേച്ചർ എങ്ങനെ ഉണ്ടാക്കി, എന്തൊക്കെ വസ്തുക്കളാണ് ഉപയോഗിച്ചിട്ടുള്ളത്, എന്തൊക്കെ ടൂൾസാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ നല്ല പെർഫെക്റ്റ് ആയിട്ട് മിനിയേച്ചേഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്കറിയാം, ഇത് മൾട്ടി വുഡ് അതുപോലെ തന്നെ സ്പെഷ്യലായിട്ടുള്ള ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ടാണ്, നൈഫൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളിത് അങ്ങനത്തെ യാതൊരു കാര്യങ്ങളില്ല, ഒരുപാട് ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് ചെയ്താണ്. കാരണം സാധാരണ നമ്മൾ ഷൂസ് ടോയ്സ് ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കാർഡ്ബോർഡിൻ്റെ പീസും ന്യൂസ് പേപ്പർ അതുപോലെ തന്നെ സെല്ലോ ടേപ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കും. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ടൂൾസൊക്കെയാണ് ഈ കാണുന്നത്. പ്ലെയർ, സ്ക്രൂ ഡ്രൈവർ, അതുപോലെ തന്നെ സിസറ്, പേന, 2 ബ്രഷ് ഉണ്ടായിരുന്നു, ഒരെണ്ണം ഇപ്പോൾ കാണാനില്ല, സ്കെയില്, പിന്നെ ആകെയുള്ള ഒരു നൈഫ്, പിന്നെ വൈറ്റ് പെയിൻറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, ബ്ലാക്ക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലുള്ള സ്റ്റിക്കർ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരുന്നത് ഈ ഒരു ഇൻസുലേഷൻ ടൈപ്പ് വെച്ചിട്ടാണ്. പിന്നെ ഗമ്മ് നമ്മൾ ഉപയോഗിച്ചിട്ട് സൂപ്പർ ഗ്ലൂ, പിന്നെ UHU എന്ന് പറയുന്ന ഒരു ബോണ്ടും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. കാർഡ്ബോർഡ്, ഈ ഒരു കാർഡ്ബോർഡും പീസും അതുപോലെ തന്നെ നമ്മൾ ന്യൂസ് പേപ്പറുമാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗ്ലാസ് പേപ്പർ, ഫ്രണ്ട് ഗ്ലാസ്, സൈഡ് ഗ്ലാസ്സൊക്കെ ഗ്ലാസ് പേപ്പർ വെച്ചിട്ട്, പിന്നെ ഈ സിൽവർ പേപ്പർ നമ്മൾ മിറർ അതുപോലെ തന്നെ ഹെഡ്ലൈറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഇതുപോലെ കാർഡ്ബോർഡിൻ്റെ ഷീറ്റിൽ നിന്ന് ഒരു 4 പീസ് വെട്ടിയെടുത്തു, ഫ്രണ്ടും ബാക്കും 2 സൈഡും. കൃത്യമായൊരു മെഷർമെൻ്റ് നോക്കിയിട്ടില്ല, ഏകദേശം ഒരു രൂപത്തിൽ വെട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തു, 4 പീസാക്കിയിട്ട് ജോയിൻറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ടോപ്പാണ് ഉണ്ടാക്കുന്നത്. ടോപ്പും അതുപോലെ തന്നെ കാർഡ്ബോർഡിൽ ഒരു പീസ് വെട്ടിയിട്ട് 4 സൈഡിലും കട്ടിങ് ഒക്കെ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ബെൻഡ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ബോണറ്റിൻ്റെ ഭാഗമൊക്കെ 1 by 1 ആയിട്ട് എല്ലാം പീസ് കട്ട് ചെയ്തിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. സാധാരണ നിങ്ങൾക്കറിയാം, മൾട്ടി വുഡിലൊക്കെ ചെയ്യുമ്പം അത് കട്ട് ചെയ്ത് മോൾഡ് ചെയ്യാനും അതുപോലെ തന്നെ പിന്നെ ഫയൽ ചെയ്തിട്ട് ബെൻഡ് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷേ നമുക്ക് കാർഡ്ബോർഡിൽ നിങ്ങൾക്കറിയാം ഫയൽ ചെയ്യാനോ ഗ്രൈൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഏകദേശം ഒരു രൂപ ആയിട്ടുണ്ട്. നമ്മൾ പീസ് കട്ട് ചെയ്തിട്ട് പുറത്തൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്, ലൈറ്റിൻ്റെ ഗ്യാപ്പും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതുപോലെ പുട്ടി, സാധാരണ വാൾപുട്ടിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. വാൾപുട്ടി ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു സാൻഡ് പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ കട്ടിങ്സും കാര്യങ്ങളൊക്കെ ഇതുപോലെ നമ്മൾ അരച്ചരച്ച് നല്ല ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിന് പെയിൻ്റ് അടിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ പെയിൻറ്റ് ഞാൻ 2 കോട്ടായിട്ട് അടിച്ചത്. ആദ്യം ഒരു മിന്നർ കോട്ട് അടിച്ചിട്ട് ഒരു ദിവസം കീപ്പ് ചെയ്തു. അതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷമാണ് രണ്ടാമതൊരു പെയിൻറ്റും കൂടെ എൻ്റെ മുകളിൽ. ഇനാമൽ പെയിൻ്റാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു ബ്രഷ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഇപ്പോൾ വീഡിയോ ചെയ്യാൻ നേരത്തെ അത് കാണാനില്ല, അതുകൊണ്ടാണ് ഫസ്റ്റിൽ കാണിച്ചാൽ ഈ ഒരു ബ്രഷ് ഞാൻ കാണിക്കാതിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, സാൻഡ് പേപ്പറും ഉണ്ടായിരുന്നില്ല കേട്ടോ, സാൻഡ് പേപ്പറൊക്കെ കളഞ്ഞിരുന്നു. ഇപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് നല്ല ലുക്കിൽ ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റിയറിങ്, ഒരു ഡാഷ്ബോർഡ്, 2 സീറ്റ്, അതായത് നമ്മൾ പുറത്ത് ഗ്ലാസ്സിലേക്കൂടെ നോക്കുമ്പോൾ കാണുന്ന ആ ഒരു രീതിയിൽ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇൻസൈഡിൽ ചെയ്യുന്നില്ല. ജസ്റ്റ് കാണാൻ വേണ്ടി പറ്റും സ്റ്റിയറിങ്ങും ഡാഷ്ബോർഡും അതുപോലെ തന്നെ 2 സീറ്റും. അതൊക്കെ കാർഡ്ബോർഡിൽ തന്നെ കട്ട് ചെയ്തെടുത്താണ്, സിമ്പിളായിട്ട് ചെയ്താണ്, കൂടുതൽ വർക്കൊന്നും അതിൻ്റെ മുകളിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ മുകളിൽ കയറാനുള്ള സ്റ്റെയറും അതുപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടിവശമാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അടിവശം ഇതുപോലെ തന്നെ കാർഡ്ബോർഡിൽ ഒറ്റ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അടിയിൽ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടയറിൻ്റെ 2 ഗ്യാപ്പ് നമ്മൾ ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അപ്പം അതിലൊക്കെ നമ്മുടെ സൂപ്പർ ഗ്ലൂ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ടയർ, നമ്മളിപ്പോൾ ടയർ ടോയ് കാറിൻ്റെ ടയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പ്ലെയിനാണ്, നമുക്കൊരു അലോയ് ലുക്കിലേക്ക് മാറ്റിയെടുക്കണം ഇതിനെ. അങ്ങനെ വിവിധ ഘട്ടങ്ങളിലായിട്ട് കുറച്ചായിട്ട് വർക്ക്, സ്റ്റിക്കറും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ഫൈനൽ ലുക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മാക്സിമം നമ്മൾ എല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, അലോയ് ലുക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിലെ സ്റ്റിയറിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അതുപോലെ തന്നെ വൈപ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കർ, അതുപോലെ തന്നെ ട്വിറ്റർ, വാട്സാപ്പ്, ഇതിൻ്റെയൊക്കെ എംബ്ലങ്ങൾ, കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രയർ ഫ്ലാഗ്, ചെറിയ മിറർ, സൈഡ് 2 മിററുകൾ, ഇതിൻ്റെ ലെറ്ററും കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
വണ്ടിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ എമർജൻസി എക്സിറ്റ്, നോട്ട് അഫ്രൈഡ് ടു ഫെയിലിയർ എന്നുള്ള സംഭവങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് മാക്സിമം. പിന്നെ ഈ സൈഡിലെ എംബ്ലം അത് നമുക്ക് പ്രിൻറ്റ് ചെയ്തെന്ന് ഖലീജ് ബുക്ക് ഷോപ്പിലെ മുത്തു ആൻഡ് സൈഫോണ്, അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. ബാക്കി നിങ്ങൾ കാണുന്ന ബ്ലാക്ക് കളറിലെ സ്റ്റിക്കർ കംപ്ലീറ്റ് സെല്ലോ ടൈപ്പിലാണ്, ഇൻസുലേഷൻ ടൈപ്പ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ഖത്തറിലാണ്. അപ്പോൾ ആദ്യത്തെ വിദേശ നിർമ്മിത Ebulljet നെപ്പോളിയൻ മിനിയേച്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ Ebulljet ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചെറിയ ചാനലാണ്, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഉടൻ തന്നെ അടുത്ത ഒരു വീഡിയോയിൽ നമ്മുടെ ഈ നെപ്പോളിയൻ്റെ RC വേർഷനുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.